കൂട്ടുകാരെ എല്ലാവർക്കും മാഗ്നാമെൻ്റർ മലയാളത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും അറിയാം അർജുന 2.0 നമ്മൾ എന്താ ചെയ്യുന്നത്. നമ്മൾ SSCയുടെ ഇതുവരെ വന്നിട്ടുള്ള എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും TCSൻ്റെ, അപ്പോൾ അതുകൊണ്ട് തന്നെ റെയിൽവേക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻസും എടുത്ത് നമ്മൾ ഡെയിലി ക്ലാസ്സുകളായിട്ട് തരികയാണ്. ഓരോ ചാപ്റ്ററും ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് 10 ക്വസ്റ്റ്യൻ വെച്ചായിരുന്നു. അപ്പോൾ ഡെയിലി ക്ലാസ് തരണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ 10 ക്വസ്റ്റ്യൻ്റെ ആഴ്ചയിൽ 3 ക്ലാസ്, അതിൽ നല്ലത് ഡെയിലി ഒരു 5 ക്വസ്റ്റ്യൻ വെച്ച് എല്ലാ ചാപ്റ്ററിൽ നിന്നും, അതായത് 5 ക്വസ്റ്റ്യൻ ഡെയിലി 5 ക്വസ്റ്റ്യൻ, അങ്ങനെ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് 50 ക്വസ്റ്റ്യൻസ്, അതായത് 10 ക്ലാസ് ഒരു ചാപ്റ്ററിൻ്റെ ആകുമ്പോൾ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് എന്ത് ചെയ്യാം, സ്വിച്ച് ചെയ്യാം. എന്നിട്ട് അടുത്ത ചാപ്റ്ററിൻ്റെ അങ്ങനെ 50 ക്വസ്റ്റ്യൻ, പിന്നെ അടുത്ത ചാപ്റ്റർ 50 ക്വസ്റ്റ്യൻ, അങ്ങനെ ചെയ്ത് വീണ്ടും തിരിച്ച് നമ്മൾ നമ്പർ സിസ്റ്റത്തിൽ വരുന്നു. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ബാച്ച് കൊണ്ടുപോകാം. അപ്പോൾ ഇന്ന് നമ്മൾ നമ്പർ സിസ്റ്റത്തിൻ്റെ ബാക്കി 21 to 25 വരെയുള്ള ക്വസ്റ്റ്യൻസാണ് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി നമ്മൾ 20 വരെയുള്ള ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ ദയവായിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അർജുന 2.0. അതുപോലെ തന്നെ നമ്പർ സിസ്റ്റത്തിൻ്റെയും പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തൊരു ആദ്യത്തെ 20 ക്വസ്റ്റ്യൻസ് വേഗം കണ്ടിട്ട് വരിക. നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ബാക്കിയായിട്ടുള്ളത് പഠിക്കാം. ഡിവിസിബിലിറ്റിയാണ് പഠിക്കുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യനകത്ത് നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പിന്നെ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളത് ഫാസ്റ്റായിട്ട് പഠിച്ചു പോവും. അതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുക എന്നുള്ളതിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരുപാട് പേരുടെ ടോപ്പേഴ്സിനെ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാവരും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒരു 5 വട്ടമെങ്കിലും റിവൈസ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ മനസ്സിലാവും എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യണമെന്നും അതിൻ്റെ ബെസ്റ്റ് മെത്തേഡ് എന്താണെന്നും. നിങ്ങൾക്ക് ഒരുപാട് സമയം, ഞാൻ സ്ട്രാറ്റജി വീഡിയോയിൽ ഒരു ദിവസം 100 ക്വസ്റ്റ്യൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അത് നിങ്ങൾക്ക് ഒരുപാട് സമയം എടുക്കുന്നത് നിങ്ങളുടെ മെത്തേഡ്സ് ഒന്നും ശരിയല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ആ മെത്തേഡ്സ് കറക്റ്റ് ആക്കാനും കൂടെ വേണ്ടിയാണ് ഈ ഒരു സീരീസ് ഞാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. മലയാളത്തിൽ പഠിക്കുന്ന ഒരു പെയ്ഡ് ക്ലാസ്സിലും അല്ലെങ്കിൽ ഒരു സ്ഥലത്തും നിങ്ങൾക്ക് കിട്ടാത്തത്രയും വാല്യുബിളായിട്ടുള്ള കണ്ടൻറ്റാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയത് എല്ലാം കൂടെ ചേർത്ത് ഒരു ഒറ്റ കോഴ്സായിട്ട് വെക്കുകയാണെങ്കിൽ എത്രത്തോളം കണ്ടൻറ്റാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്നുള്ള കാര്യം ഒന്ന് ഓർക്കുക. ഡെയിലി വരുന്ന ക്ലാസ്സുകൾ മുടങ്ങാതെ കണ്ടുപോവുക. ഓക്കെ, നമ്മുടെ 21ാമത്തെ ക്വസ്റ്റ്യനാണ്. ഇഫ് ദ 9 ഡിജിറ്റ് നമ്പർ, ഒരു വലിയ നമ്പറാണ്, ഈസ് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 88, വാട്ട് ഈസ് വാല്യൂ ഓഫ് m² into n² ഫോർ ദ സ്മോളസ്റ്റ് വാല്യൂ ഓഫ് n വെയർ m and n ആർ നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ ഈ ഒരു വലിയ നമ്പർ, ഈ നമ്പർ 88ൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് പറഞ്ഞേക്കുവാണ്. അപ്പോൾ നമ്മൾ ഇതിനോടകം ചെയ്ത ക്വസ്റ്റിനകത്ത് കണ്ടു 88ൻ്റെ മൾട്ടിപ്പിൾ ആവണമെന്നുണ്ടെങ്കിൽ ഈ നമ്പർ 11ൻ്റെയും അതുപോലെ 8ൻ്റെയും മൾട്ടിപ്പിൾ ആയിരിക്കണം. അപ്പോൾ ഈ നമ്പർ 8ൻ്റെ മൾട്ടിപ്പിൾ ആവണമെങ്കിൽ ലാസ്റ്റ് 3 ഡിജിറ്റ് 8ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. അതായത് n48 എന്ന് പറയുന്ന വാല്യൂ 8ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. അപ്പോൾ ഇതിൻ്റെ സ്മോളസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ 048 8ൻ്റെ മൾട്ടിപ്പിളാണ്. പക്ഷേ നമുക്ക് n-ന് 0 കൊടുക്കാൻ പറ്റത്തില്ല. കാരണം എന്താ, n നാച്ചുറൽ നമ്പറാണ്. അപ്പോൾ 0 നമുക്ക് പറ്റത്തില്ല. 1 കൊടുത്താൽ 14, 8 ഒരു വട്ടം, ബാക്കി 68 ഇല്ല, 8ൻ്റെ മൾട്ടിപ്പിൾ അല്ല. 2 കൊടുത്താൽ 24 പോവും, 8 പോവും. അതായത് n-ൻ്റെ വാല്യൂ എത്രയാണ്, 2 ആണ്. അപ്പോൾ ഇൻറ്റു n², ഇൻറ്റു 2ൻ്റെ സ്ക്വയർ നമുക്ക് 4 കിട്ടും. 2 2 ആണ്. അപ്പോൾ ആൻസർ 4ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. എല്ലാം 4ൻ്റെ മൾട്ടിപ്പിളാണ്. ഇനി നമുക്ക് എന്ത് വേണം, m-ൻ്റെ വാല്യൂ വേണം. m-ൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുന്നത്, ഈ നമ്പറിനെ 11ൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഏതായിരുന്നു നമ്മുടെ നമ്പർ എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു 9m2365n48. അപ്പോൾ നമുക്ക് 11ൻ്റെ മൾട്ടിപ്പിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം, ഇതിൻ്റെ ഓൾട്ടർനേറ്റ് ഡീറ്റെയിൽ സം എടുക്കാം. വേണമെങ്കിൽ എഴുതി ചെയ്യാം. 9m2365n48 ഓൾട്ടർനേറ്റ് ഡീറ്റ് എടുക്കാം. n-ന് നമുക്ക് എത്ര കൊടുക്കാം വാല്യൂ, ഇനി നമുക്ക് 2 കൊടുക്കാം. കാര്യം സ്മോളസ്റ്റ് ആയിട്ടുള്ള n-ൻ്റെ വാല്യൂ ഇവിടെ 10, 16, 18, 27 ഓഡ് പ്ലേസിലുള്ള നമ്പേഴ്സിൻ്റെ സം 27. അടുത്തത് 4, 9, 12 അല്ലേ, 4 2 സോറി അല്ല, കറക്റ്റാണ്. 10, 16, 18, 27. ഇവിടെ നമുക്ക് 4, 9, 12 എല്ലാം എഴുതിയിട്ടില്ലേ, 2365n48 9m23. ഓക്കെ, 9, 12 പ്ലസ് m എന്ന് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഡിഫറൻസ് എടുക്കുമ്പോൾ ഈ ഡിഫറൻസ് എന്തായിരിക്കണം, 0 അല്ലെങ്കിൽ 11ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. അപ്പോൾ ഡിഫറൻസ് എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, 27 മൈനസ് 12 15 ആണ്. 15 മൈനസ് m, ഒന്നുകിൽ ഇത് 0 ആയിരിക്കണം, അല്ലെങ്കിൽ 11 ആയിരിക്കണം, അല്ലെങ്കിൽ 22 ആയിരിക്കണം. അങ്ങനെ പോകും. 0 ആക്കാൻ പറ്റത്തില്ല, കാരണം m-ന് 0 ആക്കണമെങ്കിൽ 15 വരണം. m എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സിംഗിൾ ഡിജിറ്റാണ്. മാക്സിമം വാല്യൂ 9 വരത്തുള്ളൂ. അപ്പോൾ m-ൻ്റെ വാല്യൂ എന്തല്ല, 15 അല്ല. അടുത്ത ഡിഫറൻസ് 11 വരണമെങ്കിൽ m-ന് എത്ര വന്നേ പറ്റും, 4 വന്നേ പറ്റും. അതായത് m-ൻ്റെ വാല്യൂ എത്ര കിട്ടി, നമുക്ക് 4 കിട്ടി, n-ൻ്റെ വാല്യൂ 2 കിട്ടി. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും, m². 4ൻ്റെ സ്ക്വയർ
16 16 ഗുണം 4 64. ഓപ്ഷൻ ബി നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഡീറ്റെയിൽഡ് മെത്തേഡിൻ്റെ ആവശ്യമുണ്ടോ? വേണ്ട. എന്ത് ചെയ്യാം, നമുക്ക് നമ്മളുടെ എക്സാം മെത്തേഡ് ഉപയോഗിക്കാം. അപ്പോൾ എക്സാം മെത്തേഡിന് ഇന്ന് എന്താ ചെയ്യേണ്ടത്? ക്വസ്റ്റ്യൻ കണ്ടു. ഫോർ ദ സ്മോളസ്റ്റ് വാല്യൂ ഓഫ് എൻ ആണ് വേണ്ടത്. അപ്പോൾ സ്മോളസ്റ്റ് വേണ്ടത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ലാസ്റ്റ് 0 പറ്റത്തില്ല, 1 2 ഇവിടെ വെച്ച് തന്നെ ചെക്ക് ചെയ്യാം. അപ്പോൾ എന്നിൻ്റെ വാല്യൂ 2 കിട്ടി. അപ്പോൾ നമ്മുടെ ആൻസർ ഇൻറ്റു 4 ആണ്. എമ്മിൻ്റെ വാല്യൂ വേണം. 2 കിട്ടി, 2 കൊടുക്കുക. 10 16 18 27 27 വേണമെങ്കിൽ എഴുതാം. അടുത്ത 4 9 12 12 പ്ലസ് എന്ന് എം ഡിഫറൻസ് 15 മൈനസ് എം. ഇത് 0 അല്ലെങ്കിൽ 11ൻ്റെ മൾട്ടിപ്പിൾ. എമ്മിന് 4 വന്നാൽ ഡിഫറൻസ് 11 ആവും. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ 4 കിട്ടി. 4 സ്ക്വയർ 16 ഗുണം 4 64. അപ്പോൾ ഇത്രയും എഴുതി തന്നെ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. അതുപോലെ ഇത്രയും എഴുതിയും ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. കൺസെപ്റ്റ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഈ ഡിവിസിബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് ഇതിപ്പോൾ നമ്മൾ CGL മാത്രം ക്വസ്റ്റ്യൻ എടുത്തത്. അതുപോലെ CHSൽ വന്ന ക്വസ്റ്റ്യൻ എടുക്കും, MTSC വന്ന് എടുക്കും, CPOയിൽ എടുക്കും, CDSൽ എടുക്കും. അങ്ങനെ എല്ലാ എക്സാമിനുകളിൽ നിന്നും ഈ ഒരു ടോപ്പിക്കിൽ വന്ന ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് അത്രമാത്രം സ്ട്രോങ് ആവും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, എല്ലാ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഗ്രേറ്റസ്റ്റ് നമ്പർ 2 3 4 a 5b വിച്ച് ഈസ് ഡിവിസിബിൾ ബൈ 22 ബട്ട് നോട്ട് ഡിവിസിബിൾ ബൈ 5. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഓപ്ഷനിൽ നിന്ന് ചെയ്യാവുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 5 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കത്തില്ല. അപ്പോൾ 5 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ നമ്മുടെ യൂണിറ്റ് 8 0 അല്ലെങ്കിൽ 5 ആയിരിക്കണം. അപ്പോൾ ഈ നമ്പർ എന്താണ്, 5 കൊണ്ട് ഡിവിസിബിൾ ആണ്. 0 ആയതുകൊണ്ട് 5 കൊണ്ട് ഡിവിസിബിൾ ആണ്. പിന്നെ അങ്ങനെ ഒരു ഓപ്ഷനെ നമുക്ക് എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്യാം. ഇനി ഈ നമ്പർ നമുക്ക് വേണ്ടുന്ന ഗ്രേറ്റസ്റ്റ് നമ്പർ 22 കൊണ്ട് ഡിവിസിബിൾ ആണ്, അല്ലെങ്കിൽ 22ൻ്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ 22ൽ എന്തുണ്ട്, 2 ഉണ്ട്. അപ്പോൾ നമ്മുടെ ആൻസർ ഒരു ഈവൻ നമ്പർ ആയിരിക്കും. അപ്പോൾ ഇതെന്തല്ല, ഈവൻ നമ്പർ അല്ല. അപ്പോൾ 2 ഓപ്ഷൻ നമുക്ക് കളയാം. ഇനി ഇത് 2ൽ ഏതാണ് നമ്മുടെ ആൻസർ? നമുക്ക് ഗ്രേറ്റസ്റ്റ് നമ്പറാണ് വേണ്ടത്. അപ്പോൾ ഇതിൽ വലിയ നമ്പർ ഏതാ, 234 652. ഈ നമ്പർ ആണ് വലുത്. ഇത് 2ൻ്റെ മൾട്ടിപ്പിൾ ആണ്, 11ൻ്റെ മൾട്ടിപ്പിൾ ആണോ നോക്കാം. 5ൻ്റെ മൾട്ടിപ്പിൾ അല്ല. 5ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ യൂണിറ്റ് 8 0 അല്ലെങ്കിൽ 5 വരണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ 11ൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് നോക്കാം. 8 11, ഇവിടെ 9 11 അല്ലേ. 8 11, ഇവിടെ 9 11. അപ്പോൾ ഇതെന്താണ്, 11ൻ്റെ മൾട്ടിപ്പിളാണ്, 2ൻ്റെ മൾട്ടിപ്പിളാണ്. അതിൻ്റെ അർത്ഥം എന്താണ്, ഇതാണ് ഗ്രേറ്റസ്റ്റ് നമ്പർ വിച്ച് ഇസ് ഡിവിസിബിൾ ബൈ 22 ബട്ട് നോട്ട് ഡിവിസിബിൾ ബൈ 5. അപ്പോൾ ഓപ്ഷൻ എന്ത് കൊടുക്കാം, ഓപ്ഷൻ സി നമുക്ക് ആൻസർ കൊടുക്കാം. അപ്പോൾ ഓപ്ഷൻ ഇത് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. 8 11, ഇതും 11 ആണ്. പക്ഷേ എന്തല്ല, ഇത് ഗ്രേറ്റസ്റ്റ് നമ്പർ അല്ല. 2 3 4 6 AB. ഓക്കെ, യെസ്, ഗ്രേറ്റസ്റ്റ് നമ്പർ അല്ല, 5 കൊണ്ട് മൾട്ടിപ്പിൾ അല്ല. എന്നാൽ ഇത് 22 മൾട്ടിപ്പിൾ 22 കൊണ്ട് ഡിവൈഡ് ചെയ്താലും നിങ്ങൾക്ക് 146, 22 ഗുണം 6 145. യെസ്, 22 ഡിവൈഡ് ചെയ്താലും കിട്ടും 14 146. 22 ഗുണം 6 142 145 132. യെസ്, 11ൻ്റെ മൾട്ടിപ്പിളാണ്. ഓക്കെ, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇങ്ങനെ ഓപ്ഷൻ വഴി ചെയ്യുന്നതായിരിക്കും ഏറ്റവും എളുപ്പമെന്ന് പറയുന്നത്. ഓപ്ഷൻ വഴി ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ എല്ലാം ഓപ്ഷൻ വഴി തന്നെ ചെയ്യാൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ ഇൻ ദ നമ്പർ 3 4 2 6 k ഇഫ് ദ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 6 ബട്ട് നോട്ട് ഡിവിസിബിൾ ബൈ 5. പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ ഇൻ ദ നമ്പർ. ഈ ഒരു നമ്പറിൽ കെയുടെ വാല്യൂ വേണം. ഈ നമ്പർ എന്താണ്, ഡിവിസിബിൾ ബൈ 6. 6 കൊണ്ട് ഡിവിസിബിൾ ആണ്, 5 കൊണ്ടല്ല. അപ്പോൾ ഒരു നമ്പർ 5 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 0 അല്ലെങ്കിൽ 5 ആയിരിക്കണം. അപ്പോൾ ബാക്കിയെല്ലാം 0 അല്ല 5 അല്ല. അപ്പോൾ നമുക്ക് 6 കൊണ്ട് എന്തായിരിക്കണം, ഡിവിസിബിൾ ആയിരിക്കണം. അപ്പോൾ ആ നമ്പർ എന്തായിരിക്കണം, ഈവൻ നമ്പർ ആയിരിക്കണം. 3 കൊണ്ടും 2 കൊണ്ടും ഡിവിസിബിൾ ആയിരിക്കണം. അത് ഈവൻ നമ്പർ ആവണമെങ്കിൽ കെയുടെ വാല്യൂ ഒരിക്കലും 3 കെയുടെ വാല്യൂ ഒരിക്കലും 9 വരാൻ പറ്റത്തില്ല. 3 9 വരാൻ പറ്റത്തില്ല. ഒന്നുകിൽ 4 അല്ലെങ്കിൽ 6 ആണ് വരേണ്ടത്. ഇനി ആ നമ്പർ 3 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ എന്ത് വരണം, സം ഓഫ് ഡിജിറ്റ് 3ൻ്റെ മൾട്ടിപ്പിൾ. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടാം. 3 നോക്കണ്ട, 4 2 6 നോക്കണ്ട, ഒരു 6 നോക്കണ്ട. അപ്പോൾ കെയുടെ വാല്യൂ എന്ത് വന്നേ പറ്റൂ, 3ൻ്റെ മൾട്ടിപ്പിൾ വന്നേ പറ്റൂ. അങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ ബി ഉണ്ട്. അല്ലെങ്കിൽ വേണമെങ്കിൽ കൂട്ടി നോക്കാം. 7 2 9 15, 15ൻ്റെ കൂടെ 6 വന്നാൽ മാത്രമേ എന്ത് വരത്തുള്ളൂ, ടോട്ടൽ സമ്മ് 3ൻ്റെ മൾട്ടിപ്പിൾ ആവത്തുള്ളൂ. ഓപ്ഷൻ ബി വളരെ ഈസി ആയിട്ട് പേനയൊന്നും എടുക്കാതെ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പേഴ്സ് ഓഫ് നോൺ സീറോ വാല്യൂസ് ഓൺ ഓഫ് പി ആൻഡ് ക്യൂ മേക്സ് എ 6 ഡിജിറ്റ് നമ്പർ ഡിവിസിബിൾ ബൈ ബോത്ത് 3 and 11. അപ്പോൾ ഇത് 3 കൊണ്ട് മൾട്ടിപ്പിൾ ആണെങ്കിൽ എന്ത് വേണം, 6 7 13 17. 17ൻ്റെ കൂടെ പി പ്ലസ് ക്യൂണെ കൂട്ടുമ്പോൾ എന്ത് വരണം, 3ൻ്റെ മൾട്ടിപ്പിൾ വരണം. അപ്പോൾ പി പ്ലസ് ക്യൂവിന് ഏതൊക്കെ വാല്യൂ വരാം, 1 വരാം, അടുത്ത 4 വരാം, 21 ആവും. പിന്നെ 24 വരണമെങ്കിൽ 6 വരാം, 27 വരണമെങ്കിൽ 10 വരാം. അങ്ങനെ വാല്യൂസ് പോകും. അപ്പോൾ ഇവിടെ ഓപ്ഷൻ നോക്കാം. പിയും ക്യൂവും ഇവിടെ 4 ആണ്, ഹോൾഡ് ചെയ്യാം. 5 4 9, ഒരിക്കലും എന്തല്ല 3ൻ്റെ മൾട്ടിപ്പിൾ വരത്തില്ല. 4 2 6,
പി പ്ലസ് ക്യൂ 6 വന്നാൽ പറ്റും. യെസ്, പി പ്ലസ് ക്യൂ 6 വരാം. 5 2 7 വന്നാൽ പറ്റത്തില്ല അല്ലേ. പി പ്ലസ് ക്യൂ 11 17ൻ്റെ കൂടെ 1 വരാം. 17 4 21 വരാം. 17 6 21, 17ഉം 7ഉം ആണ്. ഓക്കെ, 7 വരാം. 17 7 24. അതേപോലെ 26 വേണമെങ്കിൽ 17 9 ആണ്. അപ്പോൾ ഈ വാല്യൂസൊക്കെ വരാം. അപ്പോൾ ഇവിടെ പി പ്ലസ് ക്യൂ ഇത് 4 ആണ്, ഇത് 9 ആണ്, ഇത് 6 ആണ്. 6 എന്തായാലും വരത്തില്ല, ബാക്കി 7 ആണ്. 7ഉം 9ഉം 9 അല്ലോ, 10 തന്നെയാണ്. സോറി 10 തന്നെയാണ്. യെസ്. അപ്പോൾ ഏതൊക്കെ വരാം? 17 വരെ വന്നു. പി പ്ലസ് ക്യൂ 1 വരാം. പി പ്ലസ് ക്യൂ 4 വരാം, 21 ആയി. പി പ്ലസ് ക്യൂ 7 വരാം, 24 ആയി. പി പ്ലസ് ക്യൂ 10 വരെ 27 ആയി. അപ്പോൾ ഇതിനകത്ത് 4 വരുന്ന ഓപ്ഷൻ ഇവിടെ ഉണ്ട്. 9 പറ്റത്തില്ല, 6 പറ്റത്തില്ല. ഒന്നുകിൽ ഡി അല്ലെങ്കിൽ എ ആണ് നമ്മുടെ ആൻസർ. നമുക്ക് ഏതാണ് എന്ന് ചെക്ക് ചെയ്യാം. 11ൻ്റെ മൾട്ടിപ്പിൾ ആവാനുള്ള കണ്ടീഷൻ കൊടുക്കാം. 0 പി 7 പ്ലസ് പി അല്ലേ. 0 പി 7 പ്ലസ് പി. അടുത്തത് എന്താ വരുന്നത്? ക്യൂ 4 6, അതായത് 10 പ്ലസ് ക്യൂ. ഡിഫറൻസ് എടുക്കുന്ന സമയത്ത് നമുക്ക് 10 പ്ലസ് ക്യൂ മൈനസ് 7 മൈനസ് ക്യൂ. ഇപ്പോൾ 10 മൈനസ് 7 3 പ്ലസ് ക്യൂ മൈനസ് പി. ഇതിൻ്റെ വാല്യൂ ഒന്നുകിൽ 0 അല്ലെങ്കിൽ 11 അല്ലെങ്കിൽ 22 അങ്ങനെ വരണം. അപ്പോൾ 0 ആവണമെങ്കിൽ ക്യൂ മൈനസ് പി എന്ത് വരണം? 3 വരണം അല്ല, പ്ലസ് ക്യൂ മൈനസ് പി. ഓക്കെ, സോറി. യെസ്, 0 ആവണമെങ്കിൽ ക്യൂ മൈനസ് പി എന്ത് വരണം? നമുക്ക് വാല്യൂ ഇട്ട് കൊടുക്കാം, അതായിരിക്കും നല്ലത്. അപ്പോൾ 2 മൈനസ് പിക്ക് 2ഉം ക്യൂവിന് 2ഉം കൊടുത്താൽ 2 മൈനസ് 2 0. ഇപ്പോൾ 3 വരത്തുള്ളൂ സമ്മ്. ഇനി നമുക്ക് 5ഉം 2ഉം കൊടുത്താലോ? പിയുടെ വാല്യൂ 5ഉം ക്യൂവിൻ്റെ വാല്യൂ 2ഉം കൊടുത്താൽ 3 പ്ലസ് ക്യൂവിന് 2 കൊടുത്തു മൈനസ് 5. 5 മൈനസ് 5 നമുക്ക് എന്ത് വരും? 0 വരും. നമ്മുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അതിൻ്റെ അർത്ഥം എന്താണ്? പിയുടെ വാല്യൂ 5ഉം ക്യൂവിൻ്റെ വാല്യൂ 2ഉം ആണ്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ഇത്രയൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് എക്സാം മെത്തേഡിൽ ചെയ്യണമെന്ന് വെച്ചാൽ 3ൻ്റെയും 11ൻ്റെയും മൾട്ടിപ്പിൾ ആണോ ആദ്യം 3 നോക്കുക. 17ൻ്റെ കൂടെ എത്ര കൂട്ടിയാൽ വരും? 4 വരാം. അതുപോലെ തന്നെ 7 വരാം. ഇപ്പോൾ 2 ഓപ്ഷൻ വന്നു, 2 ഓപ്ഷൻ കളയാം. ഇനി എന്ത് ചെയ്യുക? 11ൻ്റെ മൾട്ടിപ്പിൾ നോക്കുക. അപ്പോൾ 2 കണ്ടീഷൻ വരും. ഡിഫറൻസ് നമുക്ക് 3 പ്ലസ് ക്യൂ മൈനസ് പി. എന്നിട്ട് എന്ത് ഓപ്ഷനിൽ നിന്ന് ക്യൂവിൻ്റെ വാല്യൂ പിൻ്റെ വാല്യൂ എടുത്തിട്ട് കൊടുക്കുക. വേറെ ഒന്നും ആലോചിക്കേണ്ട. ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. CGL 2022 ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. CGL 2022 പ്രിലിംസ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇത് ഒരുപാട് പേർക്ക് ഡൗട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും. നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ 350, 926, 2718, 928, 929 ഈ ഡിവിസിബിൾ ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻഡിജേഴ്സ്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എല്ലാവരും ആദ്യം ശ്രദ്ധിക്കുന്നത് ഇതിനകത്തുനിന്ന് കോമൺ ആയിട്ട് എന്തെടുക്കാമെന്നായിരിക്കും. പക്ഷേ ഇവിടെ കോമൺ ആയിട്ടൊന്നും എടുക്കാനുള്ളൊരു അവസ്ഥയിലല്ല ഇത് കിടക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ നമ്മൾ പഠിച്ച കൺസെപ്റ്റുമായിട്ട് എന്ത് ചെയ്യണം? ലിങ്ക് ചെയ്ത് സറ്റ്സ് ആൻഡ് ഡിസസിൻ്റെ അല്ലെങ്കിൽ പവറിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? എക്സ്പോണൻസിൻ്റെ കാര്യങ്ങളെല്ലാം ഇവിടെ ഉപയോഗിക്കണം. അപ്പോൾ 3/15 നമുക്ക് 3/15 തന്നെ എഴുതാം. 9/26 എനിക്ക് എങ്ങനെ എഴുതാം? 3² 26. 3² ആണ് 9, അത് (26) എന്ന് പറഞ്ഞാൽ 3/26 × 2 3/52. (m/n) എന്ന് പറഞ്ഞാൽ (m × n) ആണ്. അപ്പോൾ 3/52 പ്ലസ് ഇനി 27 എനിക്ക് എങ്ങനെ എഴുതാം? 3ൻ്റെ ക്യൂബ് എന്ന് എഴുതാം. അപ്പോൾ 3³ ആണിത്. അപ്പോൾ 3 × 18 54 പ്ലസ് ഇപ്പോൾ ഒരു പാറ്റേൺ കിട്ടിയെന്ന് മനസ്സിലായി. 3² ആണ് 9, 3² (28) 3/2 × 28 56 പ്ലസ് 9/29. 9 എന്ന് പറഞ്ഞാൽ 3² ആണ്. 3² (29) 3/58 എന്ന് കിട്ടി. നമുക്ക് എന്ത് ചെയ്യാൻ? അതെല്ലാം കോമൺ ആയിട്ട് നമുക്ക് 3/50 കോമൺ ആയിട്ട് എടുക്കുക. ഇത് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇന്ന് ചെയ്തത് നല്ല ക്വസ്റ്റ്യൻ ആണ്. 3/50 കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി 1 വരും അല്ലേ. 3/50 അതോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് കിട്ടുന്നത് നോക്കിയാൽ മതി. 3/52 3/50 കോമൺ എടുത്തു കഴിഞ്ഞാൽ 3ൻ്റെ സ്ക്വയർ അതായത് 9 വരും. 3/50 3/54 നിന്ന് കോമൺ എടുത്താൽ 3/4 വരും 81. അടുത്ത 3/56 3/50 എടുത്താൽ 3/6 വരും. എന്ന് പറഞ്ഞാൽ 81 × 3 × 3 അതായത് 729 ആണ്. അധികം 3/58 നിന്നും 3/50 എടുത്താൽ 3/8 വരും. 3/8 എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൻ്റെ കൂടെ 2 വട്ടം കൂടെ 3 കൊണ്ട് ഗുണിക്കണം. 6 വട്ടം 3 ഗുണിച്ചാണ് 3 × 3 × 3 അങ്ങനെ 6 വട്ടം ഗുണിച്ചാണ് 729. 3/8 എന്ന് പറഞ്ഞാൽ എന്താ? 3നെ 8 വട്ടം ഗുണിക്കണം. ഒരു വട്ടം കൂടെ എന്ത് ചെയ്യണം? 3 × 3 അതായത് ഇതിനെ 9 കൊണ്ട് ഗുണിച്ചാൽ മതി. 9 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് എന്ത് വരും? 9 9 81 8 9 2 18 വട്ടും 26 2 9 7 63 2 65 6561. നമുക്ക് കൂട്ടുമ്പോൾ എന്ത് കിട്ടും? ഈ നമ്പറിന് നമുക്ക് എഴുതാം 3/50 × കൂട്ടാം, യൂണിറ്റ് ഇട്ട് കൂട്ടുക. 1 10 11 20 21 1 2 ശിഷ്ടം 8 10 18 8 ശിഷ്ടം 1 5
1 6, 6 13, 13 3, ശിഷ്ടം 1, 6 1 7. ഓക്കെ, അപ്പോൾ 7381. ഇനി ഒന്ന് നോക്കി, ഇത് 5ൻ്റെ മൾട്ടിപ്പിൾ അല്ല, 2ൻ്റെ മൾട്ടിപ്പിൾ അല്ല, 7ൻ്റെ ആണെന്ന് നോക്കാം. അല്ലെങ്കിൽ നമുക്ക് നോക്കാം, ഇവിടെ നോക്ക്, ഈ നമ്പറിനെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കേ. 7381, 3 1 4, 8 7 15. അതായത് ഡിഫറൻസ് നമ്മുടെ 11ൻ്റെ മൾട്ടിപ്പിൾ ആവാനുള്ള കണ്ടീഷൻ 15 - 4 11. അതിൻ്റെ അർത്ഥം എന്താണ്? ഓഡ് പ്ലേസിൻ്റെ കൂട്ടി ഈവൻ പ്ലേസിൻ്റെ കൂട്ടി ഡിഫറൻസ് എടുക്കുമ്പോൾ 11ൻ്റെ മൾട്ടിപ്പിൾ വന്നു. അതായത് ഈ നമ്പർ എന്താണ്? 11ൻ്റെ മൾട്ടിപ്പിളാണ്. അപ്പോൾ ഈ നമ്പർ എന്താണ്? ഇറ്റ് വിൽ ബി ഡിവിസിബിൾ ബൈ 11. നല്ല ക്വസ്റ്റ്യനാണ്, ഒരുപാട് പേർക്ക് ഡൗട്ട് വരാൻ ചാൻസുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന 5 ക്വസ്റ്റ്യനിൽ 1 2 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നിങ്ങൾക്ക് ഡൗട്ടൊക്കെ വരാൻ ചാൻസുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. ചിലത് ഈസിയുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും, അത് ആ ലെവലിൽ തന്നെ ചെയ്യുക. ഇതൊക്കെ ഫാസ്റ്റായിട്ട് തന്നെ ചെയ്യാം. നിങ്ങൾക്കിത് ഇവിടെ തന്നെ എന്ത് ചെയ്യാം? 3/50 ആ ഒരു ഐഡിയ കൊണ്ടുവരും. 3/50 ഡയറക്റ്റ് എടുത്തിട്ട് തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ ഇവിടുന്ന് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 1 അങ്ങനെ 9 അങ്ങനെ തന്നെ ഡയറക്റ്റ് എഴുതി ബാക്കി പരിപാടി ചെയ്തേ പറ്റും. ഈ 2 സ്റ്റെപ്പ് എഴുതേണ്ടി വരും, ഈ 2 സ്റ്റെപ്പ് എഴുതേണ്ടി വരും. ബാക്കി ആൻസർ അവിടെ നിന്ന് കണ്ടുപിടിക്കുക. ഈ ഒരു ഐഡിയ എത്തിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് 5 ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇന്ന് ചെയ്തത്. ഇതുപോലെ തന്നെ എല്ലാ ദിവസവും എന്ത് ചെയ്യാം, നമുക്കൊരു സമയം ഏകദേശം ഒരു 9 PM ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാ ദിവസവും 9 മണിക്ക് അർജുന 2.0ൻ്റെ ക്ലാസ് ഷെഡ്യൂൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കണ്ട് പഠിച്ച് പോവാം. നിങ്ങൾ ആ ഒരു കണ്ടിന്യൂറ്റി കീപ്പ് ചെയ്ത് പോവാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹോംവർക്കായിട്ട് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇവിടെ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഹോംവർക്കായിട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, അതാണ് ഇമ്പോർട്ടൻറ്റ്. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബാക്കിയുള്ളവർക്ക് എത്താൻ വേണ്ടിയാണ്. അതുപോലെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. ഓൾ ദ ബെസ്റ്റ്.